ദശകം 8 പ്രളയവർണ്ണനം. ശ്ലോകം 1. ഏവം താവത് പ്രാകൃതപക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം. വിവർത്തനം. ഇങ്ങനെ മഹാപ്രളയത്തിൻ്റെ ഒടുവിൽ ബ്രഹ്മകൽപ്പത്തിൽ അങ്ങയിൽ നിന്ന് ആദ്യം ജന്മമെടുത്ത ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്നു തന്നെ വേദങ്ങളെ ഗ്രഹിച്ച് മുൻ കൽപ്പത്തിലേതുപോലെ സൃഷ്ടി നടത്തി. ശ്ലോകം 2. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർനൈമിത്തികപ്രളയമാഹുരതോസ്യ രാത്രിം. ശ്ലോകം 2. വിവർത്തനം. ആ ബ്രഹ്മാവ് 1000 ചതുർയുഗകാലം ദീർഘിച്ച പകലുകളും അത്ര തന്നെ രാത്രികളും കഴിച്ചുകൂട്ടി. അദ്ദേഹം തൻ്റെ സൃഷ്ടികളോടൊപ്പം അങ്ങയിൽ ലയിച്ച് രാത്രിയിൽ ഉറങ്ങുന്നു. ബ്രഹ്മാവിൻ്റെ രാത്രിയെ നൈമിത്തിക പ്രളയമെന്ന് പറയുന്നു. ശ്ലോകം 3. അസ്മാദൃശാം പുനരഹർമുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത് പ്രസാദാത് പ്രാഗ് ബ്രാഹ്മകൽപജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തദാപി സൃഷ്ടിഃ. വിവർത്തനം. വീണ്ടും അങ്ങയുടെ അനുഗ്രഹത്താൽ എന്നെപ്പോലുള്ളവർ പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നതുപോലെ ബ്രഹ്മാവ് എല്ലാ ദിവസവും സൃഷ്ടി നടത്തുന്നു. അപ്പോൾ മുൻ കൽപ്പത്തിൽ ജന്മം ലഭിച്ച ചിരംജീവികളാകട്ടെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതുപോലെ പൂർവജന്മസ്മരണയോടെ ആവിർഭവിക്കുന്നു. ശ്ലോകം 4. പശ്ചാശദബ്ദമധുനാ സ്വവയോർധരൂപമേകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാധിനാവതരണേ ച ഭവദ്വിലാസാൻ. വിവർത്തനം. ഇപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ആയുസ്സിൻ്റെ പകുതി 50 കൊല്ലമാകുന്ന ഒരു പരാർദ്ധം അതിക്രമിച്ചിരിക്കുന്നു. അല്ലയോ സർവവ്യാപിൻ, അതിൽ അന്ത്യരാത്രിയിലും പിറ്റേന്നു പ്രഭാതത്തിലും ഉണ്ടായ അവിടുത്തെ ലീലകളെ ഞാൻ വർണ്ണിക്കാം. 360 മനുഷ്യവർഷം ഒരു ദേവവർഷം, 12,000 ദേവവർഷം ഒരു ചതുർയുഗം, 1000 ചതുർയുഗം ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അത്ര തന്നെ രാത്രിയും ചേർന്നാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. 360 ബ്രഹ്മദിവസം ഒരു ബ്രഹ്മവർഷം, 50 ബ്രഹ്മവർഷം ഒരു പരാർദ്ധം, 2 പരാർദ്ധം ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം. ശ്ലോകം 5. ദിനാവസാനേധ സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുസ്തദേദമേ കാർണവമാസവിശ്വം. വിവർത്തനം. അനന്തരം ബ്രഹ്മാവ് മുൻ കൽപ്പത്തിലെ പകലിൻ്റെ ഒടുവിൽ ഉറങ്ങുവാൻ ആഗ്രഹിച്ച് അങ്ങയിൽ ലയിച്ചു. സകല ലോകങ്ങളും അങ്ങയുടെ ഉദരത്തിൽ വന്നൊതുങ്ങി. അപ്പോൾ ഈ വിശ്വം മുഴുവൻ ജലമയമായി തീർന്നു. ശ്ലോകം 6. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ. വിവർത്തനം. ലോകം ജലം മാത്രം ശേഷിച്ച അവസ്ഥയിലായിരുന്നപ്പോൾ അങ്ങ്
ആനന്ദത്തിൻ്റെ പൂർണ്ണാനുഭവമാകുന്ന സ്വരൂപത്തോടും തൻ്റെ യോഗനിദ്രയാൽ അടയാളപ്പെട്ട രൂപത്തോടും കൂടിയവനായിട്ട് അവിടുത്തെ തന്നെ മൂർത്തിഭേദമായ സർപ്പരാജനായ ശേഷനിൽ ശയിച്ചുവല്ലോ. ശ്ലോകം 7. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാകിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. വിവർത്തനം. അവിടെ പ്രളയാരംഭത്തിൽ സകല ശക്തികളും ലയിച്ചിരിക്കുന്നവനും സമസ്ത ജീവാത്മാക്കൾക്കും ആധാരഭൂതനും പ്രളയം കഴിയുമ്പോൾ നീ എന്നെ ഉണർത്തുക എന്നിങ്ങനെ കാലം എന്ന ശക്തിയെ ആജ്ഞാപിക്കുന്നവനുമായി അങ്ങു ഗാഢനിദ്രയെ പ്രാപിച്ചു. ശ്ലോകം 8. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തിഃ പ്രഥമപ്രബുദ്ധാ പ്രാബോധയത്വാം കില വിശ്വനാഥാ. വിവർത്തനം. ഇപ്രകാരം അദ്വിതീയനായ അങ്ങ് 1000 ചതുർയുഗകാലം ഉറങ്ങവേ, ഹേ വിശ്വനാഥ, ആദ്യമുണർന്ന ആ കാലശക്തി അങ്ങയെ വീണ്ടും ഉണർത്തിപ്പോൽ. ശ്ലോകം 9. വിബുധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തഃ സ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. വിവർത്തനം. പ്രളയമാകുന്ന ഈ കാരണജലത്തിൽ ശയിക്കുന്ന ഭഗവൻ അങ്ങ് ഉണർന്ന് സകല ചരാചരങ്ങളും തന്നിൽ ലയിച്ചതായി കണ്ടിട്ട് സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ സമസ്ത വസ്തുക്കളിലും ദൃഷ്ടി അർപ്പിച്ചു. ദശകം 10. തതസ്ത്വദീയാദയിനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപദ്മം നിലീനനിശേഷപദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. വിവർത്തനം. അല്ലയോ ഭഗവൻ, പിന്നീട് അങ്ങയിൽ ലീനമായിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ബീജരൂപമായി അങ്ങയുടെ പൊക്കിൾക്കൊടിയിൽ നിന്നു മുട്ടിൻ്റെ രൂപത്തിലുള്ള ഒരു ദിവ്യപദ്മം ഉയർന്നുവന്നു. ശ്ലോകം 11. തദേതദംഭോരുഹകുഡ്മളം തേ കളേഭരാത് തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർദ്വാന്തമലം ന്യകൃന്ദത്. വിവർത്തനം. അങ്ങനെയുള്ള ഈ താമരമൊട്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്നു ജലരാശിയിൽ മുളച്ചുപൊള്ളി പുറത്തു വരികയും ചുറ്റും പ്രകാശിക്കുന്ന സ്വതേജസ്സിനാൽ ഇരുട്ടിനെ മുഴുവൻ അകറ്റുകയും ചെയ്തു. ശ്ലോകം 12. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖിലവേദരാശിഃ. വിവർത്തനം. നന്നായി വിടർന്ന ദളങ്ങളോടുകൂടി അത്യദ്ഭുതമായതും അങ്ങയുടെ വീര്യത്താൽ നിലനിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ വേദങ്ങളെല്ലാം തനിയെ തെളിഞ്ഞ ബ്രഹ്മാവ് ആവിർഭവിച്ചു. ശ്ലോകം 13. അസ്മിൻ പരാത്മന്നനുപാദ്മകൽപേ ത്വമിത്തമുത്ഥാപിത പദ്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണോ. വിവർത്തനം. അല്ലയോ പരമാത്മസ്വരൂപ ഗുരുവായൂരപ്പ, വിഷ്ണു, ഈ ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ച
അനന്തവൈഭവത്തോടു കൂടിയ അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.